യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അവൻ വന്നത് അവർക്കൊട്ടും പിടിച്ചിട്ടില്ല. എന്തായാലും ഉടനെ ഒന്ന് ഏട്ടത്തി പോയി അവരെ തിരിച്ചു വിളിച്ചോണ്ട് വരാൻ പോകുന്നില്ല. എനിക്കത് ഉറപ്പാ. അവര് തിരിച്ചു വരുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും നിഖിലിനെ കമ്പനിയുടെ ജനറൽ മാനേജരാക്കാൻ ഏട്ടത്തിയെ കൊണ്ട് സമ്മതിപ്പിക്കണം. നിങ്ങൾ എന്താ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത്? നിങ്ങൾ പറഞ്ഞ ഏട്ടത്തി കേക്കത്തില്ലേ? എങ്ങനെ ഏട്ടത്തിയെ കൊണ്ട് സമ്മതിപ്പിക്കണം? ഈ അവസരത്തിലല്ലാതെ ഇനി ഒരിക്കലും അങ്ങനെ ഒരു തീരുമാനം എടുപ്പിക്കാൻ പറ്റില്ല. ഇതാണ് ഏറ്റവും സുവർണ അവസരം. വിദേശത്ത് പഠനം കഴിഞ്ഞു വന്ന അവന്റെ കഴിവുകൾ നമ്മുടെ കമ്പനിക്ക് വേണ്ടി ഉപയോഗിക്കാൻ ഏട്ടത്തിയെ നിർബന്ധിക്കണം. മാർക്കറ്റിലെ പുതിയ മത്സരങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ അവനെ പോലൊരാളെ കമ്പനിക്ക് ആവശ്യമാണെന്ന് ഏട്ടത്തിയെ ബോധ്യപ്പെടുത്തണം. വിശ്വം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഭരണം നിഖിലിന്റെ കയ്യിലൂടെ നമ്മൾ പിടിച്ചെടുക്കണം. നാളെ മുതലേ എന്നെ ഓടാൻ വിളിക്കല്ലേ. ദർശൻ ഒറ്റയ്ക്ക് അങ്ങ് പോയാ മതി. എനിക്ക് ഫിസിക്കൽ ടെസ്റ്റ് ഒന്നും ഇല്ലല്ലോ. പിന്നെ ഞാൻ എന്തിനാ കിടന്ന് ഓടുന്നേ? ഞാൻ ഓടണമെങ്കിൽ രൂപേഷേട്ടനും എന്റെ കൂടെ ഓടണം. ഇല്ലെങ്കിൽ രാവിലെ ഞാനും ഓടാൻ ഇറങ്ങത്തില്ല. ഫിസിക്കൽ ടെസ്റ്റിലെ തോറ്റു പോവുകയും ചെയ്യും. അത് വേണ്ടല്ലോ. അയ്യോ, അതൊന്നും വേണ്ട. ഞാനും വരാം. ഇരിക്കും. അരുൺ സാർ. എടുക്ക. ഹലോ അരുൺ സാർ. അതെ, ദാഹിക്കുന്നു. നീ എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തുണ്ടോ? അതെ സാർ. പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ശരി സാർ, ഞാൻ നോക്കിക്കോളാം. ചെറിയ ടെൻഷനൊക്കെ ഉണ്ട്. കുഴപ്പമില്ല. ശരി, ഞാൻ നോക്കിക്കോളാം. ഓക്കെ, വാ പോവാ. അരുൺ സാർ എന്താ പറഞ്ഞ? ഇന്റർവ്യൂവിന്റെയും ഫിസിക്കൽ ടെസ്റ്റിന്റെയും കാര്യം ഓർമ്മപ്പെടുത്താൻ വിളിച്ചതാ. പാവ അരുൺ സാറ് നമുക്ക് വേണ്ടി എത്രയാ കഷ്ടപ്പെടുന്നേ. IPS നേടുന്നതിന്റെ കഷ്ടപ്പാട് എത്രയാണെന്ന് അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവൂ. വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ആളാ അരുൺ സാറ്. എന്നെപ്പോലുള്ള ഒരു സാധാരണ പെൺകുട്ടി സിവിൽ സർവീസ് നേടാൻ എത്രമാത്രം കഷ്ടപ്പെടേണ്ടി വരുമെന്ന് അരുൺ സാറിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അദ്ദേഹം നമ്മളെ ഇത്രയ്ക്ക് മനസ്സറിഞ്ഞ് സഹായിക്കുന്നത്. അതുപോലുള്ള നന്മയുള്ള മനുഷ്യർ ഈ ഭൂമിയിൽ വളരെ കുറവാ രൂപേഷേട്ടാ. അത് താൻ പറഞ്ഞ സത്യ. ഒരു കൂടപ്പറപ്പിനെ പോലെയാ അരുൺ സാർ നമ്മളോട് പെരുമാറുന്നത്. അല്ല, ഇന്റർവ്യൂ ഉടനെ ഉണ്ടാവോ? 1 മാസത്തിനകം ഉണ്ടാവുമെന്ന് അരുൺ സാർ പറഞ്ഞത്. അത് കഴിഞ്ഞ പിന്നെ? അത് കഴിഞ്ഞാ പിന്നെ ഫിസിക്കൽ ടെസ്റ്റ്, പിന്നെ ഫൈനൽ ലിസ്റ്റ് വരും. വന്നു കഴിഞ്ഞാ ഉടനെ ട്രെയിനിങ്ങിന് പോയേണ്ടി വരും. എവിടെയായിരിക്കും ട്രെയിനിങ്? മുസൂറിയിലോ ഹൈദരാബാദിലോ ഡൽഹിയിലോ ഒക്കെ ആയിരിക്കും. അയ്യോ, അപ്പൊ അവിടെയൊക്കെ ഞാനും വരേണ്ടി വരൂലേ? അതൊന്നും പറ്റില്ല. ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോണം. ട്രെയിനിങ് കഴിയുന്നത് വരെ ഞാൻ ക്യാമ്പിൽ തന്നെ ആയിരിക്കും. ദർശനം ഇല്ലാതെ എനിക്കിവിടെ ഒറ്റയ്ക്ക് നിൽക്കാനൊന്നും പറ്റൂല. ഞാനും വരും. ട്രെയിനിങ് ക്യാമ്പിന്റെ പുറത്ത് എവിടെയെങ്കിലും വീടെടുത്ത് താമസിക്കാം. ട്രെയിനിങ്ങിനിടയിൽ വല്ലപ്പോഴും എനിക്ക് നിന്നെ കാണാമല്ലോ. എനിക്കിവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയാ. പിന്നെ കുട്ടിയല്ലേ, ഒന്ന് പോ രൂപേഷേട്ടാ. അല്ല ദർശനെ, അതെ, ട്രെയിനിങ്ങിനെ ഒറ്റയ്ക്ക് പോവാന്ന് വിചാരിക്കണ്ട. ഞാനും വരും. ഡൽഹിയോ ഹൈദരാബാദോ എവിടെ ആയാലും. ഈ അമ്മയ്ക്ക് വേറൊരു ജോലിയില്ലേ?
എന്തിനെങ്ങനെ ഒച്ച വയ്ക്കുന്നത്? ശ്രേയേ, എടി ശ്രേയേ. ആ എന്താ അമ്മേ? നിനക്കെന്താ ചെവി കേൾക്കില്ലേ? ഞാൻ എത്ര നേരം കൊണ്ട് വിളിക്കുക. എന്തിനാ ഇങ്ങനെ ഇടന്ന് വിളിക്കുന്നേ? കാര്യം എന്താന്ന് പറഞ്ഞൂടെ? ദേ, ആ എസിക്ക് ഒട്ടും കൂളിംഗ് ഇല്ല. നീ അതൊന്ന് വന്ന് നോക്കി. അതൊക്കെ അച്ഛൻ വന്ന് നോക്കൂ. എനിക്കതൊന്നും അറിഞ്ഞൂടാ. ഇങ്ങോട്ട് താടി. അവളുടെ ഒരു ബുക്ക്. ഏത് നേരത്താണാവോ മരുവത്തൂരിന്ന് ഇറങ്ങി പോരാൻ തോന്നിയത്? എത്ര കഷ്ടപ്പെട്ടിട്ടായാലും അവിടെ തന്നെ നിന്നാ മതിയായിരുന്നു. ഹാ, അവിടുത്തെ സൗകര്യങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേ ഇവിടെ ഒന്നുമില്ലല്ലേ? മരുവത്തൂരിലെ മഹാറാണിയെ പോലെ ജീവിച്ചവളാ ഈ ഗിരിജ. എന്നിട്ടിപ്പൊ ഇവിടെ വന്ന് വീട്ടു ജോലിയും കൂടി ചെയ്യേണ്ടി വന്നിരിക്കുക. ഒരു ജോലിക്കാരി വരാന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നിട്ടില്ല. ദേ, അച്ഛൻ വന്നു. ഇനി ബാക്കിയുള്ളതേ അങ്ങോട്ടാവാ. പവിയേട്ടാ, ജോലിക്കാരിയുടെ കാര്യം എന്തായി? ഞാനൊരു ഏജൻസിയിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. 2 ദിവസത്തിനൊക്കെ ആളെത്തും. അപ്പൊ ഈ 2 ദിവസം അടുക്കള ജോലി ഞാൻ തന്നെ ചെയ്യണോ? നീ തനിച്ചല്ലോ, ശ്രേയില്ലേ? അടുക്കള കയറി എന്നെ കൊണ്ട് പറ്റില്ല. വെച്ചുണ്ടാക്കി തന്നാ തിന്നാൻ നിന്നെ കൊണ്ട് പറ്റുമോ? ആ, അത് വേണമെങ്കിൽ നോക്കാം. എന്നാ ഞാൻ ഇവിടെ ഒരു ഫുഡും ഉണ്ടാക്കാൻ പോകുന്നില്ല. വേണോന്നുള്ള ഒരു പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് കഴിക്കണം. ഓ, നീ ഒന്നും മിണ്ടാതിരിക്കേ. എല്ലാത്തിനും സമാധാനം ഉണ്ടാക്കാം. ദേ പവേട്ടാ, ഞാനൊരു കാര്യം പറയാം. എങ്ങനെയെങ്കിലും നമുക്ക് മരുവത്തൂരിലേക്ക് തിരിച്ചു പോയേ പറ്റൂ. അവിടെ നിന്ന് ഇപ്പൊ ഇങ്ങോട്ട് ഇറങ്ങിയതല്ലേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ പെട്ടെന്ന് തിരിച്ചു കയറും? അതൊന്നും എനിക്ക് അറിയണ്ട. പക്ഷെ തിരിച്ചു പോയേ പറ്റൂ. പവിയേട്ടനെന്താ ഒന്നും മിണ്ടാത്തെ? നീ പറഞ്ഞ തന്നെ ഞാൻ ആലോചിക്കുന്നത്. ശ്രേയയുടെ വിവാഹത്തിന് സ്ത്രീധനം പറഞ്ഞുറപ്പിച്ചത് ചേച്ചിയാണ്. നമ്മൾ പറഞ്ഞ സ്ത്രീധനം കൊടുക്കാന്നാണ് ചേച്ചി പറഞ്ഞിട്ടുള്ളത്. വീടിന് പുറത്തായ പിന്നെ അത് നടക്കില്ല. ചേച്ചിയുടെ കാല് പിടിച്ചിട്ടായാലും ഇനിയും തിരിച്ചു കയറിയേ പറ്റൂ. ആ, അത് മാത്രമല്ല പവിയേട്ടാ, നമ്മൾ അവിടെ ഇല്ലെങ്കിലേ ആ യതിയും രഞ്ജിനിയും കൂടി നിങ്ങളുടെ ചേച്ചിയെ കുപ്പിയിലാക്കും. എന്നിട്ട് ആ നിഖിലിനെ കമ്പനിയിൽ പ്രതിഷ്ഠിക്കും. അത് മാത്രമല്ല, മരുവത്തൂരിൽ നടക്കുന്ന ഒരു കളികളും നമുക്ക് അറിയാനും പറ്റില്ല. ഇതൊന്നും നീ ആലോചിക്കേണ്ടതേ ഇപ്പോഴല്ല. നിന്റെ വായിലെ നാവ് പുറത്തെടുത്തിട്ട് പ്രയോഗിക്കുമ്പോൾ നീ ഓർക്കണമായിരുന്നു. എന്തിനാടി നീ നിന്ന് ചിരിക്കുന്നേ? ഞാനേ അമ്മയുടെ നാവിന്റെ കാര്യം ചിരിച്ചു പോയതാ. പാവം, അമ്മയുടെ നാവ് അമ്മയെ തന്നെ ചതിച്ചല്ലോ. മിണ്ടി പോരുത്. നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുവേ. ഇനിയിപ്പോ സംഭവിച്ചതിനെ കുറിച്ചൊന്നും പറഞ്ഞ് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. ഇപ്പൊ തന്നെ ദർശന കമ്പനിയുടെ അടിത്തറ മാന്തി പൊളിച്ച് എന്തൊക്കെയോ തിരയുന്നുണ്ട്. നമ്മൾ അവിടെ ഇല്ലെങ്കിൽ ഒരുപാട് സത്യങ്ങൾ അവൾക്ക് ചേച്ചിയെ ബോധ്യപ്പെടുത്താൻ സാധിക്കും. മരുവത്തൂരിലെ വീട്ടിൽ നിന്നല്ലേ നമ്മൾ പുറത്തായിട്ടുള്ളൂ. അച്ഛാ, നാളെ മുതൽ അച്ഛൻ കമ്പനി പോണം. അച്ഛൻ അവിടെ ഉണ്ടെങ്കിലേ ദർശനയുടെ ഒരു കളിയും നടക്കില്ല. നാളെ മുതൽ ഞാൻ ഓഫീസിൽ പോകും. അവിടുത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കുകയും ചെയ്യും. പക്ഷേ അധിക ദിവസം ഇനി മരുവത്തൂരിന് പുറത്ത് നമുക്ക് താമസിക്കാൻ പറ്റില്ല. തിരിച്ചു കയറാനുള്ളൊരു പദ്ധതി നമുക്ക് ആസൂത്രണം ചെയ്തേ പറ്റൂ. ആ, അങ്ങനെ നല്ല കാര്യം വല്ലത് ആലോചിക്ക്. ആ ദർശനെ വിളിച്ച് 4 വർത്തമാനം പറയാതെ എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല. നീ ഇപ്പൊ ആരെയും വിളിക്കാൻ പോവണ്ട. എന്ത് തന്ത്രം പ്രയോഗിച്ചിട്ടായാലും മരുവത്തൂരിലേക്ക് നമുക്ക് തിരിച്ചു കയറണം. അത് പക്ഷേ ഒരിക്കലും പഴയതുപോലെ ആവാനും പാടില്ല. പിന്നെ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നേ? എല്ലാത്തിനും ഒരു മാറ്റം ഉണ്ടാവണം. ഒരാൾക്കും ഒന്നും പറയാൻ പറ്റാത്ത തരത്തിലുള്ള പദ്ധതിയുമായിട്ടായിരിക്കണം നമ്മൾ മരുവത്തൂരിലേക്ക് തിരിച്ചു കയറേണ്ടത്. അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നേ? എൻ്റെ മനസ്സിലൊരു പദ്ധതിയുണ്ട്. അതിന് ചില കാര്യങ്ങൾ കൂടി ആലോചിച്ചുറപ്പിക്കാനുണ്ട്. എന്താ നിങ്ങളുടെ മനസ്സിലുള്ള പ്ലാൻ? പറയാം. ആദ്യം ആ പ്ലാൻ വർക്കൗട്ട് ആവുമെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. മരുവത്തൂരിലേക്ക് തിരിച്ചു കയറി കഴിഞ്ഞാൽ ഒരിടത്തും ഒരു പിഴവ് പോലും പറ്റാൻ പാടില്ല. പഴയതിനേക്കാൾ ശക്തരായിട്ട് വേണം നമുക്കവിടെ തിരിച്ചു കയറാൻ. അതിന്
തന്ത്രങ്ങൾ നമ്മളൊന്ന് മാറ്റിക്കളിക്കണം. പഴയ യുദ്ധമുറകളൊക്കെ ഉപേക്ഷിച്ച് പുതിയ ചില യുദ്ധമുറകൾ സ്വീകരിക്കണം. അതെന്താണെന്നുള്ളത് ഞാൻ പിന്നീട് പറയാം.